ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എൻ്റെ കറക്റ്റ് പ്ലേസിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. വേറെ ഹോസ്റ്റലായതുകൊണ്ട് വേറെ സ്ഥലങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡേം ഡോക്കിൻ്റെ ഗ്ലൈക്കോളിക് ആസിഡിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ആയിട്ടല്ല പറയുന്നത്. ഒരാളിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അൻട്രാംസിൻ്റെ ഡാർക്ക്നെസ് അതുപോലെ ബാഡ് ഓർഡറൊക്കെ പോകാനുള്ള എന്താണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത്ര നാളും വീഡിയോ ചെയ്യാത്തതെന്ന് പറയുമ്പോൾ ഞാൻ ഒരു ഐറ്റം യൂസ് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അത് കണ്ടിന്യൂസ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത്ര നാളും നിന്നിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, ഇത് ഡേം ഡോക്കിൻ്റെ ഗ്ലൈക്കോളിക് ആസിഡാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് അണ്ടർആംസിലെ ഡാർക്ക്നെസ്. അതുപോലെ തന്നെ ഈ കാൽമുട്ടിലെയും കൈമുട്ടിലെയൊക്കെ ഒരു ഡാർക്ക്നെസ് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം കേട്ടോ. ഇതിനു മുന്നേ ഞാനും ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും കുറേ സെർച്ച് ചെയ്തിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ എനിക്കും ഉണ്ടായിരുന്നു പേടി ആദ്യം തന്നെ ഇത് മേടിച്ചാൽ എങ്ങനെയാണ് ചേഞ്ച് ഉണ്ടാവുമോ എന്നൊക്കെ. ആദ്യം ഞാൻ വിചാരിച്ചു ഇതിൽ വലിയ ചേഞ്ച് ഒന്നും ഇല്ലാന്ന്. കാരണം 8 വീക്കാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഇതെല്ലാം ഓൾ സ്കിൻ ടൈപ്പിന് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇത് അൻട്രാംസിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡും ആണ്. അപ്പോൾ ഇത് കണ്ടിന്യൂസ്ലി 8 വീക്ക് യൂസ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 2-3 ആഴ്ച യൂസ് ചെയ്തപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് യൂസ് ചെയ്തിട്ട് കാര്യമുണ്ടോ, എനിക്കാണെങ്കിൽ കാര്യമായി ചേഞ്ച് വരുന്നില്ല. അപ്പോൾ എനിക്ക് ആകെപ്പാടെ ഡൗട്ടായിട്ടുണ്ടായിരുന്നു, ഇത് യൂസ് ചെയ്യണോ, നിർത്തിയാലോ എന്നൊക്കെ ഇതുണ്ട്. പക്ഷേ അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഐറ്റംസിനോടായിരിക്കും എല്ലാവർക്കും താല്പര്യം. പക്ഷേ ഇതങ്ങനെ പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ല. എന്തായാലും 8 വീക്ക് അങ്ങ് യൂസ് ചെയ്യണം നമ്മൾ. അപ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രോപ്പർ റിസൾട്ട് നമുക്ക് ചേഞ്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, നമ്മൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റും യൂസ് ചെയ്യാണ്ടിരിക്കണം. കാരണം എന്ന് വെച്ചാൽ എന്തായാലും കെമിക്കലുള്ള സാധനങ്ങളായിരിക്കും പെട്ടെന്ന് റിസൾട്ട് കിട്ടുക. പ്രോപ്പറായിട്ടുള്ള ഒരു നല്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ ഒരിക്കലും പെട്ടെന്നുള്ള റിസൾട്ട് പ്രതീക്ഷിക്കരുത്. എന്തായാലും അവർ ഈ പ്രൊഡക്റ്റ് നമ്മൾ 8 വീക്ക് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വീക്ക് യൂസ് ചെയ്ത് ആ ഒരു ടൈം പീരീഡ് നമ്മൾ പ്രോപ്പറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ചേഞ്ച് പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. പിന്നെയെന്ന് പറയുമ്പോൾ ഇത് നമ്മൾ സ്പ്രേ ചെയ്യാണ് വേണ്ടത്. ആദ്യം നമ്മൾ അണ്ടർആംസും ാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അത് ക്ലെൻസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു സ്പ്രേ ബോട്ടിൽ യൂസ് ചെയ്യാം. പിന്നെ പുറത്തേക്കൊക്കെ ഇറങ്ങുന്നവരാണെങ്കിൽ, അതായത് നമ്മൾ ഈ ഭാഗത്തൊക്കെ നല്ല വെയിൽ കൊള്ളുന്ന ഏരിയ ആണല്ലോ ഇവിടെയൊക്കെ ആണെങ്കിൽ, അപ്പോൾ പുറത്തേക്കൊക്കെ ഇറങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ സൺസ്ക്രീന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കൂടെ യൂസ് ചെയ്യണം കേട്ടോ. പിന്നെ ഗൈസ്, ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്. പക്ഷേങ്കിൽ പെട്ടെന്ന് റിസൾട്ട് പ്രതീക്ഷിക്കാൻ പാടില്ല കേട്ടോ. ഞാൻ ഈ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ട്, അതായത് ഈ പ്രൊഡക്റ്റിൻ്റെ ഇതായിട്ടൊന്നും പറയല്ല. ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇതുണ്ടോ, ഈ ഡേം ഡോക്കിൻ്റെ ഈ ഒരു ഐറ്റമാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ കുറച്ചായി യൂസ് ചെയ്തത്. ഇപ്പം ഞാൻ എൻ്റെ സെക്കൻഡ് ബോട്ടിലാട്ടോ. കാരണം നമുക്ക് ചേഞ്ച് വരുമ്പോൾ നമ്മൾ ആ പ്രൊഡക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യും. അപ്പോൾ ഇത് ഞാൻ സിറ ആണെങ്കിലും ഡേം ഡോക്കിൻ്റെ എണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അത് ചേഞ്ച് ഉള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം എൻ്റെ മുഖത്തുള്ള പാടുകളൊക്കെ നല്ല കുറവുണ്ട് ഗൈസ്. പിന്നെ ഇവിടെ ഒരു കുരു വന്നിട്ടുണ്ട്. ഈ കുരു എനിക്കിങ്ങനെ എഗ്ഗൊക്കെ കഴിക്കുമ്പോൾ എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് പെട്ടെന്ന് എഗ്ഗ്, കടല അങ്ങനെയുള്ള കൊഴുപ്പ് കൂടിയ ഐറ്റംസ് കഴിക്കുമ്പോൾ എൻ്റെ സ്കിന്നിൽ പിമ്പിൾസ് നോർമലി വരാറുള്ളതാണ്. അങ്ങനെ വന്നതാണ് ഈ ഒരു ഐറ്റം. നല്ല പെയിനുള്ളൊരു കുരുവാണ്. പിന്നെ ഒരു പീരീഡ്സിൻ്റെ ടൈമിൽ, ആ ഒരു ടൈമിലൊക്കെയാണ് നമുക്ക് പിമ്പിൾസ് വരുന്നത്. പിന്നെ അതിൻ്റെ കുരുവാണ്. അപ്പോൾ ഡേം ഡോക്കിൻ്റെ തന്നെയാണ് ഞാൻ സിറോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കുട്ടി എനിക്ക് ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചേച്ചി എന്താണ് യൂസ് ചെയ്യുന്നത്, ബാഡ് ഓർഡർ അതുപോലെ തന്നെ ഡാർക്ക്നെസ്സിനൊക്കെ എന്താ യൂസ് ചെയ്യുന്നതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്തില്ല, ഞാൻ ചെയ്യാടാ ഷുവർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ, നമ്മളൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് അത് ഓക്കെ ആണെങ്കിൽ മാത്രമല്ല നമ്മൾ റിവ്യൂ ചെയ്താൽ മതിയില്ലേ. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാണ്ടിരുന്നത് കേട്ടോ. ഒന്നും വിചാരിക്കാതെ ആൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് തന്നെ. കാരണം കുറേ ദിവസമായി എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വീഡിയോ ചേച്ചി പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടി വിചാരിക്കും എനിക്ക് ചെയ്യാൻ മടിയായിട്ടില്ല. കാരണം എനിക്ക് റിസൾട്ട് കിട്ടിയാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇപ്പം ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് പ്രോപ്പർ റിസൾട്ട് ഉണ്ടായി. അപ്പോൾ എനിക്ക് ആരോടെങ്കിലും ആണെങ്കിലും കമൻറ്റ് ബോക്സിൽ വരുന്നവരോട് പറയാം, കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് ഉണ്ടാകുമെന്ന്. ചില ആൾക്കാർ വന്നിട്ട് വെറുതെ എനിക്ക് മാറ്റമില്ല, ഒരാഴ്ച യൂസ് ചെയ്തിട്ട് എനിക്ക് ചേഞ്ചില്ല. ഞാനും അത് തന്നെയാണ് പറഞ്ഞത്. ഞാനൊക്കെ 2 വീക്ക് യൂസ് ചെയ്തിട്ട് ഞാനും പറഞ്ഞു എനിക്ക് വലിയ മാറ്റമൊന്നുമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ചേഞ്ചസ് വരാം. അപ്പോൾ ഗൈസ്, എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവർ പറഞ്ഞ ടൈം പീരീഡ് നമ്മളത് യൂസ് ചെയ്ത് നോക്കുക. എന്നിട്ട് മാത്രം ചേഞ്ച് ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ ഗൈസ്, പിന്നെന്താണ്, ഇതൊരു നല്ല പ്രൊഡക്റ്റ് ആട്ടോ. 5% ഗ്ലൈക്കോളിക് ആസിഡാണ് മെയിനായിട്ട് ഇതിനകത്ത് ചേർന്നിട്ടുള്ളത്. 5% ഗ്ലൈക്കോളിക് ആസിഡാണ്. ഇതാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഇത്. അപ്പോൾ
ഇതിനകത്ത് ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട് സ്കിൻ ബ്രൈറ്റൻ ആകും, അതുപോലെ തന്നെ ഡിസ്കളറേഷനൊക്കെ ട്രീറ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളെന്ത് പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോഴും അതിൻ്റെ യൂസ് കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ എല്ലാവരും വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം എന്താണോ ഇവർ പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ പറയുമ്പോൾ ഇത് ഞാൻ പർപ്പിൾ നിന്നാണ് മേടിച്ചത്. ഇങ്ങനത്തെ പ്രൊഡക്റ്റൊക്കെ മെയിനായിട്ട് പർപ്പിൾ തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് ഓഫറും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അൺറാംസിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാർ എന്തായാലും ഈ ഒരു ഐറ്റം വാങ്ങിക്കുക. ഓക്കെ ഗൈസ്, ഞാൻ പറയുന്നു 8 വീക്ക് കൊണ്ട് നിങ്ങൾക്ക് ചേഞ്ച് വരും. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന എല്ലാ ആൾക്കാരും ഇപ്പം എൻ്റെ വീഡിയോസിന് റീച്ചൊക്കെ കൂടുന്നുണ്ട്. മീൻസ് ഷോർട്സിനാണ് കുറച്ച് വ്യൂസ് കൂടുതൽ, എന്നാലും ഇപ്പോൾ വീഡിയോ കാണാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണുണ്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.